എന്റെ പ്രിയപ്പെട്ട പണ്ഡിത വിവിധ മഹല്ലുകളിൽ നേതൃത്വം വഹിക്കുന്നവർ മുതൽ ഇമാമുമാര്, അസിസ്റ്റന്റ് ഇമാമുമാര് തുടങ്ങിയ മുദരിസുമാരെല്ലാം ഈ വേദിയിൽ എത്തിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഈ സമുദായം വളരെയേറെ അപകടകരമായ സ്ഥിതിവിശേഷത്തിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് ഭക്ഷണം കഴിക്കണം, എന്ത് വസ്ത്രം ധരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഡൽഹിയിൽ ഇരുന്നുകൊണ്ട് BJP ഫാസിസ്റ്റ്. ഈ സമുദായത്തിന്റെ പുരോഗതിയിൽ ഗണ്യമായ പങ്ക് വഹിച്ച സമുദായം. നിങ്ങൾക്കറിയാമോ, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ ബലിപീഠത്തിൽ ജീവനാഹൂതി ചെയ്ത സമുദായം. നിങ്ങൾ കേട്ടിരിക്കും ബീവി ഉമ്മ എന്ന മഹിളാരത്നം. ആരാണ് ബീവി ഉമ്മ? അലി ബ്രദേഴ്സ്, അലി സഹോദരന്മാർ എന്നറിയപ്പെടുന്ന മൗലാന മുഹമ്മദ് അലിയുടെയും ഷൗക്കത്ത് അലിയുടെയും പൊന്നോമന മാതാവ്. അവര് സ്വന്തം മക്കളോട് ആഹ്വാനം ചെയ്തത് എന്താണെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട ഷൗക്കത്ത് അലിയോടും മുഹമ്മദ് അലിയോടും പറഞ്ഞു, ബ്രിട്ടീഷ് ചക്രവർത്തിയുമായി ഏറ്റുമുട്ടി ആണെങ്കിൽ പോലും ഇന്ത്യക്ക് സ്വാതന്ത്ര്യമായി കൊണ്ട് മടങ്ങി വരണം. സ്വാതന്ത്ര്യം വാങ്ങാതെ മടങ്ങി വരുന്നതെങ്കിൽ എന്റെ മാറിൽ നിന്ന് കുടിച്ച പാല് നിങ്ങൾക്ക് ഹറാമാണ്, അത് നിഷിദ്ധമാണെന്ന് പ്രഖ്യാപിച്ച ബീവി ഉമ്മയുടെ സമുദായമാണ് ഈ സമുദായം. സ്വന്തം മാതാവിന്റെ കൽപ്പന കേട്ട് രണ്ട് സഹോദരങ്ങൾ. ഇന്ന് ഏതെങ്കിലും ഉമ്മമാര് സ്വന്തം മക്കളോട് പോയി സമരം ചെയ്യാൻ ആഹ്വാനം ചെയ്യുമോ? തൊട്ടടുത്തൊരു സ്കൂളിൽ പോയെങ്കിലും ഒരു പ്രക്ഷോഭം സ്കൂളിന് വേണ്ടിയെങ്കിലും ചെയ്യാൻ പറയുമോ? ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊന്നോമന മാതാവ് ബ്രിട്ടീഷ് ചക്രവർത്തിയുമായി ഏറ്റുമുട്ടാൻ പറഞ്ഞയച്ചു. മാതാവിന്റെ കൽപ്പന കേട്ട് ബ്രിട്ടീഷ് ചക്രവർത്തി ജോർജ് പഞ്ചമന് ബർക്കിംഹാം കൊട്ടാരത്തിൽ കടന്നു ചെന്ന്, മിസ്റ്റർ ജോർജ്, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം തരണം, അല്ലെങ്കിൽ ആരുടെ മണ്ണ് തരണമെന്ന് ആർത്തട്ടഹസിച്ച് ഈ രാജ്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യം വാങ്ങിയ സമുദായം ഇന്ന് പ്രതിക്കൂട്ടിൽ നിർത്തിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, അതുപോലെ ഇന്ത്യയും ചൈനയും യുദ്ധം നടന്നപ്പോൾ ചൈനയ്ക്കെതിരായി യുദ്ധം ചെയ്യാൻ തന്റെ ഏകമകൻ മിയാഖാനെ പട്ടാളത്തിലയക്കാൻ തയ്യാറായ കായികമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന്റെ സമുദായമാണ് ഈ സമുദായം. ആ സമുദായമാണ് ഇന്ന് വർഗീയവാദികളാണ്, ഭീകരവാദികളാണ്, തീവ്രവാദികളാണെന്ന് ഉപദ്രവിച്ചിരിക്കുന്നു. ആരുടെയും സർട്ടിഫിക്കറ്റുകളൊന്നും ഈ സമുദായത്തിന് വേണ്ട. ഈ രാജ്യത്തിന്റെ മതേതരത്വം കാത്തു സൂക്ഷിക്കുന്നതിൽ നിങ്ങൾക്കറിയാം,